ആയിട്ടല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ വന്നേക്കുന്നത് ഫെമിനിൻ മാനറിസം, സ്ത്രൈണതയുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനത്തെ ഒരു ചെറിയ വേണ്ട. അവനവൻ തന്നെ നോക്കിയാണ്. മാത്രല്ല മേലിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാണെങ്കിൽ അടിച്ച് നിന്റെ മൂന്നര ഷേപ്പ് പറ്റാൻ. നമ്മൾ കാണുന്നത് എല്ലാം ഗെയിം മറന്നുകൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ബാക്ക്. നെവിന്റെ അടുത്തുനിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞത് ഷാനവാസ്കിയാണ്. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞാവൻ ഞാൻ സമ്മതിക്കില്ലടാ. വൃത്തികേട് കാണിച്ചു എന്നല്ല പറയണോട്ടെ. വൃത്തികേട് കാണിക്കരുത്. ആശാന്റെ ബുദ്ധി പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. അവരാരും ലക്ഷ്മിനെ ഒറ്റപ്പെടുത്തി മാറ്റിയെടുത്തുള്ളല്ലോ. അപ്പൊ ഞങ്ങള് ഷാനവാസിനെ ഒറ്റപ്പെടുത്തണോ? ഒന്നുമില്ല, നമ്മളെ സുഹൃത്തുക്കളല്ലടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു, അത് പ്രൂവ് ചെയ്യട്ടെ. ബാക്കിയുള്ള ബിഹേവിയർ അപ്പൊ നോക്കാം. ഇല്ല, ഒട്ടും നാണില്ല. കുറച്ച് തരുമോ? ഇവർക്ക് ഇപ്പൊ വേണ്ടത് ഷാനവാസ് ഖാൻ ഒറ്റപ്പെടുത്തും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അങ്ങനെ കാണിക്കാം. ഓൾറെഡി ഷാനവാസ് ഖാനോട് നല്ല പ്രശ്നമുണ്ട് അതിന് ഓൾറെഡി. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നമ്മളോട് മുന്നേ തൊട്ടേ ഉണ്ട്, നമ്മളോടും ഉണ്ട്. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. അതുകൊണ്ട് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ വലിച്ചു കീറുക. ഇത് ഒരുമാതിരി കോട്ടാളത്തിലെ ഇടപാടായി പോയല്ലേ. അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയാനും അകത്താ. അതിലാരും കളിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.